Hi friends, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇൻസ്റ്റന്റ് റെസിപ്പി റെഡ് സോസ് പാസ്ത. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പാസ്ത നന്നായി ബോയിൽ ചെയ്തെടുക്കണം. ഞാൻ 2 കപ്സ് പാസ്തയാണ് എടുക്കുന്നത്. ഇതിനായി 4 കപ്പ് വെള്ളം ചൂടാക്കി എടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് ഹോൾ ഗ്രെയിൻ പാസ്തയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പല ഷേപ്പിലുള്ള പാസ്ത അവൈലബിൾ ആണ്. ഇനി ഞാനിവിടെ എൽബോ ഷേപ്ഡ് പാസ്തയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളം ചൂടായ ശേഷം പാസ്ത ഇടുക. ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കുക. നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിനായി ഞാനിവിടെ ബോർഹസിൻ്റെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻലി പാസ്ത പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന ഓയിലാണ്. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിടുക. കൂടാതെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ബീൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 1/4 കപ്പ് ബീൻസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം. ക്യാരറ്റ്, ടൊമാറ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് വഴണ്ട് പോകാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് പാസ്ത സോസ് ആഡ് ചെയ്യാം. ഞാനിവിടെ വിക്ഫീൽഡിൻ്റെ റെഡ് സോസ് പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത സോസ് വേണമെങ്കിലും എടുക്കാം. ആവശ്യത്തിന് സോസ് ഇതിലേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ മുട്ട ആഡ് ചെയ്യുന്നുണ്ട് പാസ്തയിൽ. അപ്പോൾ അതിന് വേണ്ടി 2 മുട്ട എടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ഓംലേറ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഗാർലിക് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പാൻ ചൂടായ ശേഷം ഒലീവ് ഓയിൽ ഒഴിക്കുക. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഓംലെറ്റിൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് തിരിച്ചിടാം. ഇനി നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രേ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഗ്രീൻ വൈസിൻ്റെ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ഓംലെറ്റ് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ഓംലെറ്റ് നമുക്ക് പാസ്തയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് റെഡ് സോസ് പാസ്ത തയ്യാറായിരിക്കുകയാണ്. ഇത് നല്ലൊരു ഈസി ഡിന്നർ റെസിപ്പിയാണ്. താങ്ക് യു.